ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ എത്രയും സ്നേഹമുള്ള ദൈവമക്കളെ, തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് ദൈവനാമത്തിൽ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഇന്ത്യക്കകത്തും വിദേശത്തുമൊക്കെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവമക്കളെ, നമുക്ക് ഒരു വാക്യം വായിക്കാം. യോബിൻ്റെ പുസ്തകം 1:12. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെ നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം. ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെന്നപ്പോൾ ആ കൂട്ടത്തിൽ സാത്താനും ചെന്നു. എന്നിട്ട് അപ്പോൾ ദൈവം തമ്പുരാൻ സാത്താനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ? അവൻ നേരുള്ളവനും നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമാണ്. അപ്പോൾ പിശാച് പറയുകയാണ്, നീ അവൻ്റെ വീടിന് ചുറ്റും സ്വർഗീയമായൊരു വേലി കെട്ടിവെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നീ അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുന്നു. തൃക്കൈ നീട്ടി നീ ഒന്ന് തൊട്ട് നോക്ക്. ഹല്ലേലൂയ. ഇയ്യോബ് നിന്നെ ത്യജിച്ചു പറയുമെന്ന്. അപ്പോൾ ദൈവം തമ്പുരാന് ഇയ്യോബിനെ കുറിച്ച് നന്നായിട്ടറിയാം. ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതാണ്. അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, ദൈവഭക്തനാണ് എന്നൊക്കെ സ്വർഗത്തിൻ്റെ സാക്ഷ്യമാണ് ഇയ്യോബിനെ കുറിച്ചുള്ളത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മെക്കുറിച്ച് സ്വർഗം എന്ത് സാക്ഷ്യം പറയും? നമ്മൾ ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. ദൈവം തമ്പുരാൻ തന്നെ ഒരു മനുഷ്യനെ നോക്കി സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അത് ഇയ്യോബ് എന്ന ഭക്തനെ കുറിച്ച്. അതിൽ അസൂയ കൊണ്ടിട്ടാണ് പിശാച് ഇയ്യോബിനെ തകർത്ത് കളയാൻ ദൈവസന്നിധിയിൽ ചെന്നത്. അപ്പോൾ ദൈവം തമ്പുരാൻ പറയുകയാണ്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത്. ഹല്ലേലൂയ. ദൈവമക്കളെ, സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. എന്തുമാത്രം പരീക്ഷണങ്ങളാണ് ജീവിതത്തിലുണ്ടായത്. 10 മക്കൾ 10 പെട്ടിയിൽ. ഹല്ലേലൂയ. അപ്പോൾ ഇയ്യോബ് സ്വർഗത്തിലേക്ക് നോക്കി കരങ്ങൾ ഉയർത്തി, യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ ഭക്തൻ, പ്രാർത്ഥനാവീരൻ, വിശ്വാസവീരൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോയപ്പോൾ സ്വർഗം നമ്മെ നോക്കി സാക്ഷ്യപ്പെടുത്തത്തക്ക വിധത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ. ഹല്ലേലൂയ. ദൈവം ഇത്രയും കാലം നന്മ തന്നു, ഇനി ദൈവം തരുന്ന സഹനവും സ്വീകരിക്കേണ്ടതല്ലേ എന്ന് ദൈവത്തെ ത്യജിച്ചു പറയാൻ പ്രിയ ഭാര്യ പറഞ്ഞപ്പോൾ ഭാര്യയുടെ മുഖത്ത് നോക്കി ഇയ്യോബ് പറഞ്ഞു, പിശാച് എന്തെല്ലാം സഹനങ്ങൾ ആരിലൂടെയെല്ലാം പരീക്ഷണങ്ങൾ നൽകിയോ ആ പരീക്ഷണങ്ങളിലെല്ലാം വിജയശ്രീ ലാളിതനായി നിൽക്കുന്ന ഇയ്യോബിനെ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവമക്കളെ, പിശാചിൻ്റെ ഈ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ആത്മീയമായ ആയുധങ്ങൾ നാം ധരിക്കണമെന്ന് പറയുന്നു. ഹല്ലേലൂയ. സെന്റ് പോൾ പറയുന്നുണ്ട്, ഈ ആത്മീയമായ ആയുധങ്ങളെക്കുറിച്ച് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇന്ന് പിശാചിനോട് പോരാടി വിജയം പ്രാപിക്കാനുള്ള ഈ ആത്മീയ ആയുധങ്ങൾ ഹല്ലേലൂയ ധരിച്ചുകൊണ്ട് ഈ ക്രിസ്തീയ പോർക്കളത്തിൽ വചനമാവുന്ന വാളുകൊണ്ട്, വിശ്വാസമാവുന്ന പരിച കൊണ്ട് ഹല്ലേലൂയ പിശാചിനെ തോൽപ്പിച്ച് യേശുവിനോട് ചേർന്ന് വിജയശ്രീ ലാളിതരായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്നത്തെ വചനക്കേൾവിയിലൂടെ നമുക്ക് കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനം പറയുന്ന എത്രയും ശ്രേഷ്ഠനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബൈജു ചാണ്ടിയച്ചൻ പരിശുദ്ധ സഭയിലെ അറിയപ്പെടുന്ന സുവിശേഷകനാണ്, ഒരു കൗൺസിലറാണ്. നമുക്ക് ഇന്ന് അച്ഛനെ കിട്ടിയത് വലിയ അനുഗ്രഹമാണ്. നമുക്ക് അച്ഛന് വേണ്ടി
വളരെ വിനയത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ അപ്പൻ്റെ കരങ്ങളിലേക്ക്, യേശുപ്പയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച്, അപ്പാ കരുണ തോന്നണമേ, ഇന്ന് സ്വർഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വചനത്തിൻ്റെ പെരുമഴ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, ഇന്ന് വചനം കേൾക്കുന്ന മക്കളുടെ കെട്ടുകൾ അഴിഞ്ഞ, ബന്ധനങ്ങൾ അഴിഞ്ഞ വിശ്വാസ വീരരായി തീരുവാൻ, പ്രാർത്ഥന വീരനായി ഇയ്യോബിനെ പോലെ പിശാചിനോട് പോരാടി വിജയം പ്രാപിക്കുന്ന മക്കളായി തീരുവാൻ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, വചനം പറയുന്ന ശ്രേഷ്ഠ ആചാര്യന് വേണ്ടി എളിമയോടെ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, അവിടുന്ന് സ്വർഗീയ മന്ന അഭിഷിക്തൻ്റെ നാവിലൂടെ, ശബ്ദത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുവാൻ അപ്പാ അവിടുന്ന് സ്വർഗീയമായ ഹല്ലേലൂയ ശക്തിയാൽ നിറയ്ക്കണമേന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇഷ്ടപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളോ അടയാളങ്ങളോ രോഗസൗഖ്യവും മനസ്സാന്തരവും നടക്കേണ്ടതിന് അങ്ങയുടെ അത്ഭുത കരം നീട്ടണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ധ്യാനകേന്ദ്രം ദാനമായി തന്ന മകനെ ഒരു നിമിഷം ഓർക്കുന്നു. ഹല്ലേലൂയ. ശ്രേഷ്ഠ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള ഡയറക്ടർ അച്ഛനെയും അസിസ്റ്റൻറ്റ് ഡയറക്ടർ അച്ഛനെയും ഇവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ എല്ലാവരെയും, എല്ലാ ശുശ്രൂഷകരെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ശുശ്രൂഷ, ഗാനശുശ്രൂഷ, അതുപോലെ യൂട്യൂബിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട ദേവദാസൻ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, ഇന്നത്തെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൊമ്പനാടുള്ള ബാബു ഷിബി ദമ്പതികളാണ്. അവർക്ക് 2 കുഞ്ഞുങ്ങളാണ്, മരിയ, മെലീസ. ഒരാൾ ബികോമിന് പഠിക്കുന്നു, ഒരാൾ +1 പഠിക്കുന്നു. ഷിബി നേഴ്സാണ്. ഉന്നതമായ ഒരു ജോലി കയറ്റം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ബാബു ആയിരിക്കുന്നിടത്ത് ദൈവനാമ മഹത്വത്തിനായി ജോലി ചെയ്യുവാൻ ദൈവകൃപ മക്കളിലേക്ക് അനവധിയായി അനർഗളമായി ഒഴുകാനായിട്ട് നമുക്ക് ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് വരെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്ത ഓരോ മക്കളെയും അപ്പോൾ അളവില്ലാതെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ. സകലവും കാൽവറി ക്രൂശിൻ്റെ ചുവട്ടിൽ ഏറ്റവും വിനയത്തോടെ താഴ്ത്തി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവമേ, നിന്റെ വിശുദ്ധ പ്രമാണത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാനെന്ന് കാണണം. ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. സങ്കീർത്തനങ്ങൾ 145. ബാരക്കുമോർ. എൻ്റെ ആത്മാവേ, കർത്താവിനെ സ്തുതിക്കാം. ഞാൻ ജീവനുള്ള കർത്താവിനെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് പാടും. അധികാരിയിലെങ്കിലും ഒരു മനുഷ്യനില്ലെങ്കിലും നിങ്ങൾ ശരണം പ്രാപിക്കരുത്. എന്തെന്നാൽ അവങ്കൽ രക്ഷയില്ല. എന്നാൽ അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ തൻ്റെ മണ്ണിലേക്ക് തിരിയുന്നു. ആ ദിവസത്തിൽ തന്നെ അവൻ്റെ വിചാരങ്ങളെല്ലാം നശിക്കുന്നു. യാക്കോബിൻ്റെ ദൈവം തൻ്റെ സഹായമായിരിക്കുകയും തൻ്റെ ശരണം ദൈവമായ കർത്താവിലായിരിക്കുകയും ചെയ്യുന്നവനാ ഭാഗ്യം. എന്തെന്നാൽ താൻ ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിലുള്ള സകലവും സൃഷ്ടിച്ചു. താൻ സത്യത്തെ എന്നേക്കും കാക്കുന്നു. താൻ സങ്കടക്കാർക്ക് ന്യായം നടത്തുന്നു. കർത്താവ് വിശന്നവർക്ക് അപ്പം കൊടുക്കുന്നു. താൻ ബന്ധുതരെ അഴിച്ചുവിടുന്നു. കർത്താവ് കുരുടന്മാരുടെ കണ്ണുകൾ തുറക്കുന്നു. കർത്താവ് കൂനുള്ളവരെ നിവർത്തുന്നു. താൻ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. താൻ ദരിദ്രന്മാരെ കാത്തുകൊള്ളുന്നു. അനാഥരെയും വിധവകളെയും പുലർത്തിയിരുന്നു. താൻ ദുഷ്ടന്മാരുടെ വഴി മറിച്ചു കളയും. കർത്താവ് എന്നേക്കും രാജ്യഭാരം ചെയ്യും. സിഹിയോനെ, നിന്റെ ദൈവം തലമുറ തലമുറ വരെയും ഭരിക്കും. ആമേൻ. ദൈവമേ, സുതനക്കായി യോഗ്യമാകുന്നു. ബാരക്കുമോ.
നമ്മുടെ കർത്താവ് നമുക്ക് ചെയ്ത ഓരോ നന്മകൾ ഓർക്കുമ്പോഴും നമുക്ക് നന്ദി കൊണ്ട് നമ്മുടെ കർത്താവിനെ സ്തോത്രഗാനങ്ങൾ പാടി സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കർത്താവിനെ നമുക്ക് സന്തോഷത്തോടെ ശക്തിയോടെ ഗാനത്തിൻ്റെ ഈരടി പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം യേശുവേ. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. മനസ്സിൽ തൊട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അവൻ്റെ ആ സ്നേഹത്തെ ഒന്ന് രുചിച്ചറിയുവാൻ നമുക്ക് ആത്മാവിൽ നിറഞ്ഞ് നമ്മുടെ കർത്താവിനെ ഒന്ന് ധ്യാനിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ, നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി അപ്പാ. യേശു അപ്പാ, ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ അനാഥനായി, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ അനാഥനായി, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിലുള്ള കീഴിലം സെയിൻറ് തോമസ് ധ്യാനകേന്ദ്രത്തോടനുബന്ധിച്ചുള്ള ഈ സുവിശേഷ മഹായോഗത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുവാൻ സ്വർഗസ്ഥലെ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയ ഈ അനുഗ്രഹീത നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പരമകാരുണ്യനായിരിക്കുന്ന കർത്താവിൻ്റെ പൊന്നുകരത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് അല്പസമയം ദൈവവചനത്തോട് ചേർന്നിരിക്കുമ്പോൾ തേനിനേക്കാളും തേൻകട്ടിയേക്കാളും മാധുര്യമുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധത്തിലേക്ക് ആഴ്ന്നിറങ്ങി ദൈവശബ്ദത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഈ ദിനം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു, എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. കൂടെ ഇരിക്കുകയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും മാറോട് ചേർത്ത് ജീവിതത്തെ ഒരുക്കുകയും ചെയ്യുന്ന അവൻ്റെ കരത്തിൽ നമ്മെ ഏൽപ്പിക്കുമ്പോൾ അല്പസമയം കർത്തൃവചനത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെച്ച്
എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ ഒരുക്കുമ്പോൾ പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: സത്യം കൊണ്ട് അരകെട്ടിയും നീതിയുടെ കവചം ധരിച്ചും സമാധാന സുവിശേഷണ ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കണം എന്ന്. താഴേക്ക് വായിക്കുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു: രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കയ്യിലേന്തി ഒരു വിശ്വാസി യോദ്ധാവിനെ പോലെ നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വല്ലാത്ത ലോകത്താണ് ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത്. പ്രതിസന്ധികളും ഭാരങ്ങളും നിറഞ്ഞ ലോകം. അതിലെല്ലാം ഉപരിയായി അലറുന്ന സിംഹം പോലെ ആര് വിഴുങ്ങേണ്ടു ഭാവിച്ചു നടക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളുള്ള ഒരു ലോകത്ത് ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് പിശാചിനോട് പോരാടുന്ന ദൈവമക്കളായി ജീവിതത്തെ ഒരുക്കണമെന്ന് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധനായ പൗലോസ്ലീഹായിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ്റെ സന്നിധിയിൽ നമ്മെ ഏൽപ്പിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് പിശാചിൻ്റെയോടും തന്ത്രങ്ങളോട് എതിരിടുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകേണ്ടി ഇരിക്കുന്നു. എഫേസ്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന് ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ് എനിക്കും നിനക്കും പോരാട്ടമുള്ളതെന്ന് വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുന്ന ദൈവമക്കളായി നമ്മെ തന്നെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഒന്നാമത്തെ സർവായുധ വർഗം? സത്യം കൊണ്ട് അരകെട്ടുന്ന ദൈവമക്കളായി നമ്മുടെ ജീവിതത്തെ ഒരുക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു: നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയും ആയിരിക്കുമെന്ന്. കർത്താവിനെ കുറിച്ച് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു ചിന്തയാണ് നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയും ആയിരിക്കുമെന്ന്. പടയാളികളുടെ അരക്കെട്ട് ഊർന്നു പോകുന്നതും അഴിഞ്ഞു പോകുന്ന വസ്ത്രത്തെ ഉറപ്പിച്ച് ബന്ധിപ്പിക്കുന്നതാണ് പടയാളിയുടെ അരക്കെട്ടിൻ്റെ വലിയ പ്രത്യേകത. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇവിടെ ദൈവാത്മാവ് പറയുന്നത് സത്യം കൊണ്ട് അരകെട്ടുന്ന ദൈവമക്കളായിരിക്കണം ഞാനും നിങ്ങളും എന്നാണ്. അരകെട്ടുന്നത് പ്രവർത്തനക്ഷമതയുടെ അടയാളമാണ്. പ്രവർത്തിക്കാനായി ഒരുങ്ങുന്നവരാണ് അരകെട്ടി ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ ദൈവാത്മാവ് പറയുന്നു: നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും ഇരിക്കട്ടെ എന്ന്. അരകെട്ടുന്നതിൻ്റെ രണ്ടാമത്തെ ചിന്ത എന്നുള്ളത് ഒരു സേവനത്തിൻ്റെ ഒരുക്കമാണത്. സേവിക്കുവാനായി ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ വലിയ ഗുണം സത്യം കൊണ്ട് അരകെട്ടുവാൻ നമുക്ക് ഇടയാകണം എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്: യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ, അവൻ അരകെട്ടിയ ഭക്ഷണത്തിലെത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും. വിശ്വസ്തയോടെ ദൈവ ശുശ്രൂഷ, സത്യത്തോടെ ദൈവ ശുശ്രൂഷ നിർവഹിക്കുന്നവരെ അരകെട്ടി ശുശ്രൂഷിക്കുന്നൊരു ദൈവത്തെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന് 37-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ സത്യത്തിൻ്റെ അരകെട്ടിയാണോ നമ്മുടെ ദൈവ ശുശ്രൂഷ ഞാനും നിങ്ങളും നിർവഹിക്കുന്നതെന്ന് ശാന്തമായി
പരിശോധിക്കുന്നത് നല്ലതാണോ? അതോ വഞ്ചനയ്ക്ക് സമർപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടുള്ള അവിശുദ്ധമായിരിക്കുന്ന അസത്യമായ വഴിയിലൂടെ ജീവിതത്തെ ക്രമീകരിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ദൈവ ശുശ്രൂഷയാണോ ഞാനും നിങ്ങളും നിർവഹിക്കുന്നതെന്ന് ശാന്തമായി പരിശോധിക്കുന്ന നല്ലതാണ്. മോശയുടെയും അഹറോന്റെയും സഹോദരിയായിരുന്നു മിരിയാം. മിരിയാമിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് വളരെ തീവ്രതയുള്ള ഒരു അനുഭവമാണ്. ഇസ്രായേലിലെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലണമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ അമ്മയോട് ചേർന്ന് മോശക്കുഞ്ഞിനെ ഞാങ്ങണത്തൊട്ടിയിലാക്കി നദിയിൽ ഒഴുക്കുന്നതും, അതേപോലെ തന്നെ ഫറവോന്റെ പുത്രിയുടെ അടുക്കിലേക്ക് ഈ കുഞ്ഞു വരുമ്പോൾ അവിടെ ചെന്ന് സാന്ത്വനിപ്പിക്കുകയും അവിടെ ചേർന്ന് നിൽക്കുകയും സ്വന്തം അമ്മയെ തൻ്റെ സഹോദരൻ മുല കുടിക്കാൻ തക്കവണ്ണം ഒരുക്കുകയും ചെയ്യുന്ന മിരിയാമിനെ നമുക്കവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. മിരിയാം ഒരു പ്രവാചകിയായിരുന്നു. തീവ്രതയോടെ അഹറോനും മോശയോടൊപ്പം പ്രവാചകിയായി ദൈവ ശുശ്രൂഷ നിർവഹിച്ചവളാണ്. എന്നാൽ അവളുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ വീഴ്ച എന്നുള്ളത്, തൻ്റെ സഹോദരനായി മോശ കൂശ്യ സ്ത്രീ വിവാഹം കഴിക്കുമ്പോൾ തൻ്റെ സഹോദരനെതിരെ പിറുപിറുക്കുന്ന മിരിയാമിനെയാണ് നാം അവിടെ കാണുന്നത്. അവർ രണ്ടുപേരും, അഹറോനും മിരിയാമും, അവർക്കെതിരെ പ്രതികരിക്കുന്നുണ്ട് മോശയ്ക്കെതിരെ. അവിടെ മിരിയാമിന്റെ വാക്കുകൾ വേദപുസ്തകം ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. അവൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാനും എൻ്റെ സഹോദരനും അഹറോനും മോശയെ പോലെ പ്രവചിക്കുന്നവരല്ലേ? ഞങ്ങളും അവനും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന്. ദൈവവൈതലെ, പക്ഷെ താഴേക്ക് വായിക്കുമ്പോൾ അഹറോൻ അവന്റെ ജീവിതത്തിന്റെ വേദനയും തന്റെ പാപവും തന്റെ മ്ലേച്ഛതയും മനസ്സിലാക്കി, താൻ ചെയ്ത അതിക്രമം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ച് നിലവിളിക്കുമ്പോൾ ദൈവം അഹറോന്റെ ശുശ്രൂഷയെ മാനിക്കുകയും അവന്റെ പ്രാർത്ഥനയെ മാനിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ മിരിയാമിനെ കുറിച്ച് നാം അവിടെ കാണുന്നുണ്ട്. അവൾ കുഷ്ഠരോഗിയായി തീർന്നു എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. തൻ്റെ സഹോദരനായ മോശയ്ക്കെതിരെ മിരിയാം പ്രതികരിക്കുമ്പോൾ അവൾ കുഷ്ഠരോഗിയായി തീർന്നു. ഇന്ന് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കുമ്പോൾ, ദൈവം നമ്മെ ശുശ്രൂഷകൾ നിർവഹിപ്പാൻ നമ്മെ ആക്കിയിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ സത്യം കൊണ്ട് അരകെട്ടി ദൈവ ശുശ്രൂഷ നിർവഹിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ശാന്തമായി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. എന്നെ നിങ്ങളെ വിവിധ മേഖലകളിലാണ് ആക്കിയിരിക്കുന്നത്. ഓരോരുത്തരെയും ഓരോ മേഖലകളിൽ സ്വർഗത്തിലെ ദൈവമാക്കിയിട്ടുണ്ട്. ഓരോ ഉത്തരവാദിത്തങ്ങൾ തന്നതാക്കിയിട്ടുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ ഉത്തരവാദിത്വം എന്നുള്ളത് പഠിക്കുകയും മാതാപിതാക്കളോട് ചേർന്ന് ജീവിതത്തെ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിലുപരിയായി മറ്റു ബന്ധങ്ങളിലേക്ക് അവരെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വ്യതിചലിച്ചു പോകുമ്പോൾ, സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ എന്നെയും നിന്നെയും ദർശിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നു പോകരുത്. അതേപോലെ തന്നെ ജോലി ചെയ്യുന്നിടത്ത് നമ്മോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ ഒരുക്കുമ്പോൾ വിശുദ്ധിയോടെ നമ്മെ തന്നെ കാത്തു സൂക്ഷിപ്പാൻ, സത്യത്തിന് വേണ്ടി നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നിടത്താണ് ദൈവാനുഗ്രഹം, ദൈവശക്തി നമ്മിലേക്ക് കടന്നു വരുന്നത് എന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ദൈവശബ്ദത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ സത്യം കൊണ്ട് അരകെട്ടി വിശുദ്ധിയോടെ ജീവിതത്തെ ഒരുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ശാന്തമായി പരിശോധിക്കുന്നത് നല്ലതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നാം കാണുന്നുണ്ട്, സത്യം കൊണ്ടാണ് അരകേട്ടേണ്ടതെന്ന്. പരമാർത്ഥതയോടെ സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനിയുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഡോക്ടർ പപ്പ ഡെറോസ് എന്ന ഒരു പണ്ഡിതനായ മനുഷ്യനെ കുറിച്ച് വായിക്കുവാനായിട്ടിടയായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക്, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകളിലൊക്കെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഒരിക്കലും ഒത്തിരി ആളുകൾ ഇങ്ങനെ കൂടിയ സദസ്സിൽ വെച്ച് ഒരു മനുഷ്യൻ ചോദിച്ചു, എന്താണ് അങ്ങയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത്. അപ്പോ അദ്ദേഹം പേഴ്സിൽ നിന്ന് ₹1 നാണയത്തിന്റെ വലിപ്പമുള്ള ഒരു ചെറിയ കണ്ണാടി എടുത്ത് ഇവരെ കാട്ടിക്കൊടുത്തു. നമുക്കത് പരിചയമുണ്ട്. ചെറിയ കണ്ണാടി കൊണ്ട് നമുക്കറിയാം, നമ്മൾക്ക് ചെറുപ്പത്തിൽ പൊട്ടിയ കണ്ണാടി ചെല്ലുകൊണ്ട് ലൈറ്റ്, സൂര്യന്റെ ലൈറ്റ് അതിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് നമ്മൾ മുറിയിലേക്ക് കാണിച്ച് ആ മുറിയിൽ വെട്ടം അടിപ്പിക്കുന്നത് നമുക്കൊരു മനസ്സിലുണ്ടല്ലോ. ദൈവം പറഞ്ഞു, ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വീണ്ടും അവർക്ക് മനസ്സിലായില്ല.
അപ്പോൾ അദ്ദേഹം അത് വിശദീകരിച്ച് മറ്റൊന്നുമായിരുന്നില്ല, ഈ ചെറിയ കണ്ണാടി എനിക്ക് കിട്ടാനൊരു സാഹചര്യമുണ്ട്. യുദ്ധം കഴിഞ്ഞ ശേഷം ഒരു പട്ടാളക്കാരന്റെ ബുള്ളറ്റിൽ നിന്ന് അടർന്നു വീണ കഷ്ണത്തിൽ നിന്നാണ് ഈ കണ്ണാടിച്ചില്ല് എനിക്ക് ലഭിച്ചത്. ഞാനത് റെഡിയാക്കി ഒരു രൂപ വട്ടത്തിന്റെ വലിപ്പത്തിലാക്കി ക്രമീകരിച്ചു. ഇതുകൊണ്ട് ഞാൻ പലപ്പോഴും മുറിയിലെ അന്ധകാരം മാറ്റാനായിട്ട് സൂര്യപ്രകാശത്തിലേക്ക് കണ്ണാടിച്ചില്ല് കാണിച്ച് എൻ്റെ മുറിയിലെ അന്ധകാരം മാറ്റാറുണ്ടായിരുന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമെന്നുള്ള ഇത് തന്നെയാണ്. യേശുക്രിസ്തുവാകുന്ന ദൈവത്തിൽ നിന്ന് എന്നിലേക്ക് വരുന്ന പ്രകാശം മറ്റുള്ളവരിലേക്ക് കൊടുത്ത് അവരുടെയുള്ള അന്ധകാരം, അവരുടെ വ്യക്തി ജീവിതത്തിലെ അന്ധകാരം മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞു. പലരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ഉപകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് ഡോക്ടർ പപ്രാസ് പറഞ്ഞത് വായിക്കുവാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, സത്യം കൊണ്ട് അരകെട്ടി വിശ്വസ്തയോടെ ജീവിതത്തെ ഒരുക്കുന്ന ഒരു ദൈവ പൈതലായി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് ശാന്തമായി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ദൈവശബ്ദത്തിന് കാതോർക്കുമ്പോൾ രണ്ടാമത്തെ ചിന്തയിലേക്ക് അച്ഛൻ പോകട്ടെ. നീതിയാകുന്ന കവചം ധരിക്കണം. 1, സത്യം കൊണ്ട് അരകെട്ടണം. 2, നീതിയാകുന്ന കവചം ധരിക്കണം. കവചം നമുക്ക് പരിചയമുണ്ട്. കഴുത്ത് മുതൽ അരവരെയും മുമ്പിലും പിമ്പിലുമുള്ള ദൃഢമായ ആവരണമാണ് കവചം. നീതി എന്നത് നീതി കൊണ്ട് അരകെട്ടണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുമ്പോൾ, നീതി എന്നുള്ളത് നീതിന്യായ കോടതിയിലെ നീതിയല്ല, ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെയാണ് നീതിയായി നിൽക്കേണ്ടത്. നീതിന്യായ കോടതിയിലെ നീതിക്കനുസരിച്ചുള്ള ഒരു അനുഭവമല്ല ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ക്രിസ്തുവിന്റെ സ്വഭാവം, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് ശത്രുക്കളെ സ്നേഹിക്കുവാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ജീവിതത്തിൽ ദൈവകരങ്ങളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് നീതിയാകുന്ന കവചം ധരിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയായി വളർന്നു വരുന്ന ദൈവ പൈതലായി ജീവിതത്തെ ഒരുക്കണമെന്നാണ് സ്വർഗത്തിലെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, അതുകൊണ്ടാണ് യെശയ്യാപ്രവാചന പുസ്തകം 59-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ദൈവാത്മാവ് പറയുന്നുണ്ട്, സമാധാനത്തിന്റെ വഴി അവർ അറിഞ്ഞിട്ടില്ല, അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. യെശയ്യാപ്രവാചന പുസ്തകം 59-ാം അധ്യായത്തിന്റെ 1-2 വാക്കുകൾ വളരെ പരിചിതമാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, പ്രാർത്ഥന കേൾക്കാതിരിക്കത്തക്കവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. പക്ഷേ നിങ്ങളുടെ അതിക്രമങ്ങളും നിങ്ങളുടെ പാപങ്ങളും അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ കണ്ണുകൾ മറയ്ക്കുമാറാക്കിയത് എന്ന് വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ്. അതിന്ന് താഴേക്ക് വായിക്കുമ്പോൾ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സമാധാനത്തിന് വഴി അവർ അറിഞ്ഞിട്ടില്ല, അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നീതിയോടെ നിലനിൽക്കുന്നവർക്ക് വളഞ്ഞ പാതകളിലൂടെ പോകുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ദൈവാത്മാവ് പറഞ്ഞത്, ചില വഴികൾ മനുഷ്യന് ചൊവ്വായിട്ട് തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രയെന്ന്. അനുഗ്രഹിക്കപ്പെട്ട ദൈവം നമ്മുടെ ജീവിതത്തിന്റെ പാതയിൽ നീതിയാകുന്ന പരിച കൊണ്ട് നമ്മെ തന്നെ മറച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ചൊവ്വെന്ന് തോന്നുന്ന വഴികളിലൂടെ പ്രയാണം ചെയ്യുമ്പോൾ ദൈവകൃപയിൽ ദൈവാനുഗ്രഹത്തിൽ പലപ്പോഴും അന്യപ്പെട്ടു പോകും. മറന്നു പോകരുത്. നിനിവേയിൽ പോയി ദൈവ ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവം യോനയെ വിളിച്ചു വാർത്തിരിച്ചിട്ട് അവൻ തർസോസിലേക്ക് കപ്പൽ കയറി ചൊവ്വെന്ന് തോന്നിയ വഴിയിലൂടെ പ്രയാണം ചെയ്തു. തുടർന്ന് അവന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളൊക്കെയും നമ്മുടെ മനസ്സിൽ വ്യക്തമാണല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, മുടിയൻപുത്രന്റെ ഉപമ കർത്താവ് ശക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തനിക്കായി അവകാശപ്പെട്ട സ്വത്തുക്കളെ വാങ്ങി പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ചൊവ്വെന്ന് തോന്നിയ വഴിയിലൂടെ പ്രയാണം ചെയ്യുന്ന മുടിയൻ പുത്രൻ തൻ്റെ സ്വത്ത് നശിക്കപ്പെട്ട് സകലരാൽ ഉപേക്ഷിക്കപ്പെട്ട് പന്നി തിന്നുന്ന വാളവരിയെങ്കിലും തിന്ന് വിശപ്പടക്കാൻ ആഗ്രഹിക്കുന്ന മുടിയനായ പുത്രനെ നമ്മളൊക്കെ അവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവമേ, പക്ഷേ ആ പന്നികളുടെ മധ്യത്തിലിരുന്ന് മുടിയനായ പുത്രൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വേലക്കാർ കഴിക്കുന്ന ആഹാരമെങ്കിലും കഴിച്ച് തൃപ്തിയാകുവാൻ
ആഗ്രഹിക്കുന്ന മുടിയനായ പുത്രൻ അവിടെ ഇരുന്ന് ഒരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലും. അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു. നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ഭവനത്തിൽ ഒരു കൂലിക്കാരനെ പോലെയെങ്കിലും എന്നെ വിചാരിക്കണമേ എന്ന് പറയുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ അവൻ പന്നികളുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഇന്നെന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നീതിയാകുന്ന കവചം ധരിച്ച് ക്രിസ്തുവിനെ ധരിക്കുന്ന, ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ജീവിതത്തെ ഒരുക്കുന്ന ഒരു ദൈവ പൈതലായി ജീവിതത്തെ ഒരുക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് പരിശുദ്ധനായ പൗലോസ്ലീഹയെ പോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് പറയുവാൻ എനിക്കും നിനക്കും സാധിക്കുന്നത്. നീതിയാകുന്ന കവചം ധരിച്ച് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ. മൂന്നാമത്തെ ചിന്തയിലേക്ക് അച്ഛൻ പെട്ടെന്ന് പോകട്ടെ. മൂന്നാമത്തെ ചിന്ത, സമാധാന സുവിശേഷമാകുന്ന ചെരിപ്പ് അണിയണം എന്നുള്ളതാണ്. സുവിശേഷത്തിനായുള്ള സന്നദ്ധതയാണ് ചെരിപ്പ് ഓർമ്മപ്പെടുത്തുന്നത്. ചെരിപ്പ് യാത്രയ്ക്കുള്ള ഒരുക്കമാണ്. സുവിശേഷം ലോകത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള ഒരു വലിയ തീവ്രതയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭാഗത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് സുവിശേഷം? പരിശുദ്ധനായ പത്രോസ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിന് ഓർത്തുകൊള്ളുക, അതാകുന്നു എന്ന് എൻ്റെ സുവിശേഷമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, സുവിശേഷത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇവിടെ പറയുന്നു. സമാധാന സുവിശേഷത്തിൻ്റെ കാവൽഭടന്മാരായി ഞാനും നിങ്ങളും മാറി വരണം എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം. സുവാർത്താദൂതന്റെ കാലുകൾ പർവ്വതങ്ങളിൽ എത്ര മനോഹരമെന്ന് യെശയ്യാ പ്രവാചകൻ 52-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ ഒരുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ ചിന്ത, സമാധാന സുവിശേഷത്തിന്റെ വക്താക്കളായി നിൽക്കാൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ എനിക്കും നിങ്ങൾക്കും ഇടയാകണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ദൈവാത്മാവ് പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഇന്ന് ദൈവശബ്ദത്തിന് കാതോർക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിക്കുമ്പോൾ സമാധാന സുവിശേഷത്തിന്റെ വക്താക്കളായി നിന്ന് സമാധാന സുവിശേഷമാകുന്ന ചെരുപ്പണിഞ്ഞ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ ഒരുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഹെൻറി സുഡാൻ എന്ന മനുഷ്യനെ കുറിച്ച് വായിക്കുവാനായിട്ടിടയായി. ബാങ്കിന്റെ മേധാവിയായി നിന്ന് സ്വിറ്റ്സർലൻഡില് മനോഹരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അദ്ദേഹം 1959 ജൂൺ മാസം 24-ാം തീയതി അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച വലിയൊരു സംഭവം ഉണ്ടായി. ഫ്രാൻസിന്റെ ഭരണാധികാരിയായിരുന്ന നെപ്പോളിയനെ കാണുവാൻ അദ്ദേഹം പാരീസിലേക്ക് ചെന്നപ്പോൾ അത് ഓസ്ട്രിയയുമായുള്ള യുദ്ധത്തിലേക്ക് അദ്ദേഹം പോയി എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. തുടർന്ന് അവിടെ വെച്ച് അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ വലിയ വേദന നിറഞ്ഞൊരു കാഴ്ചയാണ് ഉണ്ടായത്. മുറിവേറ്റ പിടയുന്ന 2 ഭാഗത്തെയും ഒത്തിരി പട്ടാളക്കാരെ കണ്ടപ്പോൾ മനസ്സിന് അദ്ദേഹത്തിന് വലിയ വേദനയായി. ഈ വേദന ഒരു ഭാരമായി അദ്ദേഹം ഒരു പുസ്തകം രചിച്ചു. ഈ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ വ്യക്തമായി. ഈ പുസ്തകം വായിച്ച ഒത്തിരി പേർക്ക് ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്, അവിടെ നിന്നാണ് റെഡ് ക്രോസ് മൂവ്മെന്റിന്റെ ഒക്കെയും പ്രവർത്തനം ആരംഭിക്കുവാനും ജനീവ കരാർ ഉണ്ടാകുവാനൊക്കെയും ഇടയായത്. ജനീവ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, യുദ്ധം ചെയ്ത് വേദനപ്പെടുന്ന ഏത് ഭാഗത്തുള്ള പട്ടാളക്കാരായാലും, ശത്രുപക്ഷത്തിന്റെ പട്ടാളക്കാരായാലും അവരെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണമുള്ള സന്നദ്ധതയും ക്രമീകരണങ്ങളൊക്കെ ജനീവ കരാറിൽ ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഈ ഹെൻറി എന്ന മനുഷ്യൻ സമാധാനത്തിനു വേണ്ടി നിലനിന്നതുകൊണ്ടാണ്. അങ്ങനെയാണ് ഇന്ന് നമ്മുടെ ഇടയിലുള്ള റെഡ് ക്രോസ് സൊസൈറ്റി ഒക്കെയും ഉടലെടുക്കുവാനിടയായതെന്ന് വായിക്കുവാനായിട്ടിടയായി. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇന്ന് കർത്തൃസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ സുവിശേഷം സമാധാനത്തിനുള്ള സുവിശേഷമായിരിക്കട്ടെ. നമ്മുടെ സുവിശേഷം ശാന്തിയുടെ സുവിശേഷമായിരിക്കട്ടെ. നമ്മുടെ സുവിശേഷം ബന്ധങ്ങളുടെ കണ്ണികൾ വിട്ടുപോയെടുത്ത് ദൈവസ്നേഹം പരിലസിക്കുന്ന സുവിശേഷമായി, സമാധാന സുവിശേഷത്തിനുള്ള ചെരുപ്പണിയുന്ന ദൈവമക്കളായി ജീവിതത്തെ ഒരുക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകട്ടെ. 4-ാമത്തെ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. വിശ്വാസം എന്ന പരിച നമ്മുടെ കയ്യിലുണ്ടാകണം.
പരിചയുടെ പലതരത്തിലുള്ള പരിചയങ്ങളുണ്ട്. 4 അടി നീളവും 2 അടി വീതിയുമുള്ള ദീർഘചതുര ആയ തടിയിൽ തുകൽ പൊതിഞ്ഞ വലിയ ആയുധമാണ് പരിച. ഇതിൻ്റെ മറവിൽ ഒരു രക്ഷ നേടാൻ എളുപ്പമാണ്. ശത്രുക്കളുടെ അസ്ത്രങ്ങൾ ഈ പരിചയിൽ മുട്ടി നിർവീര്യമായി പോകുന്നതാണ്. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം സാത്താൻ്റെ അസ്ത്രങ്ങൾ ഇതിനെ തട്ടി ചിഹ്നമിന്ന ഭാഗി പോകുവാൻ ഇടയാകും. അതുകൊണ്ട് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം എന്ന പരിച എടുത്ത് നിൽക്കുന്ന ഒരു യോദ്ധാവായി നിൽപ്പാൻ ദൈവപൈതലേ എനിക്കും നിനക്കും ഇടയാകണം. കർത്തൃ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി വിനയപ്പെടുത്തി ഏൽപ്പിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൻ്റെ ഭാരങ്ങളും വേദനകളും അസ്വസ്ഥതകളും നമ്മുടെ വിശ്വാസം എന്ന പരിചയെ ഒന്ന് കുലുക്കുന്നുണ്ടോ എന്ന് ആധുനിക കാലഘട്ടത്തിൽ ഒന്ന് പരിശോധിക്കുന്നുള്ളതാ. ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ചില ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ചേർത്ത് നിർത്തുന്ന പലരും നമ്മയൊക്കെ വേദനപ്പെടുത്തുമ്പോൾ പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, ദൈവത്തോട് ചേർന്നിരുന്നിട്ട് വലിയ കാര്യമില്ല, അതിൽ നിന്നൊക്കൊന്നും ഒന്നും ലഭിക്കാനില്ലെന്നുള്ള ചിന്ത പലപ്പോഴും നമ്മെ മതിക്കുന്നുണ്ടോ എന്ന് ശാന്തമായി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ. ബ്രാഡി ജെഫ്കോട്ട് എന്ന ഒരു മനുഷ്യനെ കുറിച്ച് വായിക്കുവാനിട്ടിടയായി. 16-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഈ ആക്സിഡന്റിൽ പെട്ട അദ്ദേഹത്തിന് വലത് കൈ അറ്റുപോയി. തുടർന്നൊന്നും പഠിക്കാൻ സാധിച്ചില്ല. അനേക വർഷങ്ങൾ ഇങ്ങനെ അദ്ദേഹം ഓരോ സ്ഥലത്ത് ജോലി തേടി അലഞ്ഞു. കുറേ നാളുകൾ ഇങ്ങനെ അലഞ്ഞു. ജോലിക്ക് ചെല്ലുമ്പോൾ അവർ 1 വലത് കൈയില്ല, 2 വിദ്യാഭ്യാസമില്ല. ബ്രാഡി ജെഫ്കോട്ടിന് നല്ല ജോലിയൊന്നും കിട്ടിയില്ല. ഒത്തിരി സങ്കടമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓർത്തു, ഇതുവരെ ഞാൻ എൻ്റെ ദൈവത്തോട് ജോലിയില്ലെന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ ദൈവത്തോടൊന്ന് പറയാം എനിക്ക് ജോലിയില്ലെന്ന്. അദ്ദേഹം ദേവാലയത്തിൽ ചെന്നു, തൻ്റെ മുട്ട് മടക്കി ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് ഇങ്ങനെ നിലവിളിച്ചു, എനിക്കൊരു ജോലിയില്ല, എൻ്റെ വലത് കൈ അറ്റുപോയി, എനിക്ക് പറ്റുന്ന ഒരു ജോലി നീ എനിക്ക് തരണം എന്ന് പറഞ്ഞു. സങ്കടവും ഭാരവുമെല്ലാം പരിശുദ്ധ ദേവാലയത്തിൽ ഇറക്കി അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനൊരു തീരുമാനമെടുത്താ ഇറങ്ങിയത്. എന്ത് ജോലി നീ എനിക്ക് തന്നാലും അന്ത്യത്തോളം നിന്നോടുള്ള വിശ്വസ്തത ഞാൻ മുറുകെ പിടിച്ച്, നീ എന്നെ എന്ത് ജോലി ഏൽപ്പിച്ചാലും നിന്നോടുള്ള വിശ്വസ്തത മുറുകെ പിടിച്ചല്ലാണ്ട് ഞാനൊരു ജോലി ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. അദ്ദേഹം പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഒരു പ്രാവ് തൻ്റെ മുമ്പിൽ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിന് കൗതുകമായി ഈ പ്രാവിൻ്റെ പുറകെ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തു. പ്രാവിൻ്റെ പുറകെ ഇങ്ങനെ യാത്ര ചെയ്ത് ഈ പ്രാവ് ഒരു പബ്ലിഷിംഗ് നടത്തുന്ന ഒരു ബുക്ക് സെൻറ്ററിലേക്കാണ് ചെന്നത്. ബുക്ക് സെൻറ്ററിൽ ചെന്നപ്പോൾ അവിടെ കണ്ട ആളോട് ജോലിയില്ലെന്ന് പറയണമെന്ന് ഇദ്ദേഹത്തിന് തോന്നി. ജോലിയില്ലെന്ന് ഇദ്ദേഹം ബ്രാഡി ജെഫ്കോട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു. വലത് കൈ ഇല്ലാത്തവന് എന്ത് ജോലി കൊടുക്കാനാണ്? എന്നാലും എന്തോ അദ്ദേഹത്തിന് മനസ്സറിഞ്ഞ് ചെറിയ ജോലി കൊടുത്തു. ആ ജോലിയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ചെയ്തു. ആ ജോലിയൊക്കെ ചെയ്ത് അവൻ അന്ന് ദേവാലയത്തിൽ വെച്ചെടുത്ത പ്രതിജ്ഞയുടെ ഭാഗമായിട്ടായിരുന്നു. ആ പ്രതിജ്ഞയുടെ ഭാഗമായി ആത്മാർത്ഥമായി ജോലിയൊക്കെയും ചെയ്തു. ഈ ജോലിയെല്ലാം ചെയ്ത് ക്രമീകരണങ്ങളെല്ലാം വരുത്തി അവസാനം അദ്ദേഹത്തിന് ജോലി കയറ്റം കിട്ടി. പിന്നീട് അദ്ദേഹത്തിനുണ്ടായ വലിയ ശക്തി അവിടെ കേടുവന്ന സാധനങ്ങളൊക്കെ നന്നാക്കുന്ന ഒരു മനുഷ്യനായി തീർന്നു. ഒരു ശക്തി അദ്ദേഹത്തിന് ലഭിച്ചു. ഒത്തിരി സാധനങ്ങൾ, മെഷീൻ ഉൾപ്പെടെ, വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ, ഫ്രിഡ്ജ് ഉൾപ്പെടെ, അയൺ ബോക്സ് ഉൾപ്പെടെ ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ ആളുകൾ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്ന് നന്നാക്കാനായിട്ട് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത, തകർന്ന സാധനങ്ങൾ ഉപയോഗപ്രദമാക്കി തീർക്കുവാൻ മനുഷ്യന് കഴിയുന്നത് പോലെ തകർന്ന ജീവിതങ്ങളെ കരുപിടിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും എന്നൊരു ഫലകം അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ അദ്ദേഹം എഴുതി വെച്ചു. എനിക്ക് തകർന്നു പോയ പല മെഷീനുകളും നന്നാക്കിയെടുക്കാൻ കഴിയുന്ന പോലെ തകർന്നു പോയ പല ജീവിതങ്ങളെയും ശക്തമാക്കിയെടുക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് അദ്ദേഹം കുറിച്ചു വച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ 4 ചിന്തകളാണ് ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചത്. സത്യം കൊണ്ട് അരകെട്ടണം, നീതിയാവുന്ന കവചം ധരിക്കണം, സമാധാന സുവിശേഷന്റെ ഒരുക്കം കാലിന് ചെരിപ്പാക്കണം, വിശ്വാസം എന്ന പരിചയെടുത്ത് ഒരു യോദ്ധാവിനെ പോലെ നിൽക്കണം. അവൻ്റെ പൊന്നുകരത്തിൽ നമ്മെ ഏൽപ്പിക്കുമ്പോൾ
അവനോട് ബന്ധത്തിൽ ജീവിതത്തെ നാം ശക്തീകരിക്കുമ്പോൾ കൂടെ ഇരുന്ന് വഴി നടത്തുന്ന കർത്താവിങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു ശക്തമായ ദൈവവൈതലായി നിലനിൽപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ. ഒരു നിമിഷം തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. മറിയമിനെ പോലെ നിന്റെ തൃപ്പാദത്തിൽ ചേർന്നിരുന്ന് നിന്റെ വചനത്തിൽ നിന്ന് ചിലത് പഠിക്കുവാൻ നീ ഞങ്ങൾക്കിടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ വ്യക്തിപരമായി അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ ഭാരങ്ങളും ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങളുടെ വേദനകളും അറിയുന്ന ദൈവമേ, നിന്റെ കരത്തിൽ അടിയങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. തകർന്ന നുറുങ്ങിയതിൻ്റെ കേടുപാടുകൾ തീർക്കാൻ മതിയായ ദൈവമേ, വിശ്വാസമെന്ന പരിചയമായി നിന്നോട് ചേർന്നിരിപ്പാൻ നീ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാന സുവിശേഷ ഒരുക്കം കാലിന് ചെരുപ്പാക്കിക്കൊണ്ട് നിന്റെ വേല അന്ത്യത്തോളം തികപ്പാൻ നിന്റെ കയ്യിലെ മരുങ്ങുന്ന ആയുധമായി അടിയങ്ങളെ നീ ഉപയോഗിക്കണമേ. നീതിയാകുന്ന കവചം ധരിച്ച് കർത്താവെ, നിന്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് നീ നൽകുന്ന സ്നേഹത്തിൻ്റെ മനോഭാവത്തിൽ മറ്റുള്ളവരെ ചേർത്ത് നിർത്താനൊരു മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണമേ. സത്യം കൊണ്ട് അരകെട്ടി വിശുദ്ധിയോടെ ജീവിതത്തെ ഒരുക്കാൻ നീ ഞങ്ങളോട് ചേർന്നിരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന സെയിൻറ്റ് തോമസ് ധ്യാന കേന്ദ്രത്തെ നിന്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും, ബഹുമാനപ്പെട്ട എസ്തീന സിസ്റ്ററിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ശക്തി അവരിലേക്ക് ഒഴുക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും നിന്റെ പൊന്നുകരത്തിൽ ഏൽപ്പിക്കുന്നു. നീ നല്ലവനും വല്ലഭനുമാണല്ലോ. നീ അനുഗ്രഹിക്കുന്ന ദൈവമാണല്ലോ. നീ മാറോട് ചേർക്കുന്ന ദൈവമാണല്ലോ. നിന്റെ ശക്തിയാൽ അടിയങ്ങളെ മുന്നോട്ട് നയിക്കണമേ. കോവിഡിൻ്റെ പ്രത്യേക പരിതസ്ഥിതിയിൽ ഒത്തിരി പേര് വേദനപ്പെടുന്നു നീ കാണുന്നുണ്ടല്ലോ. അവരുടെ ഭവനങ്ങളിലേക്ക് നിന്റെ ശക്തി ധാരാളമായി അയച്ച് എല്ലാവരെയും അടന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനകളെ കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, അല്പനിമിഷം നമുക്കൊന്ന് ചേർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. വിശുദ്ധ സങ്കീർത്തനം 28-ാം അധ്യായം 1 മുതൽ, യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പാറയായുള്ളവയെ നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെയാകാതിരിപ്പാൻ തന്നെ ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധ നിർമ്മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. സങ്കീർത്തകൻ നമ്മോട് ചേർന്ന് നമുക്കും പറയാം, കർത്താവേ, ഞങ്ങൾ നിന്നോട് നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം പലവിധ പ്രതികൂല സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ നമ്മൾ ഒന്ന് ചേർന്ന് ദൈവസന്നിധി നിലവിളിക്കേണ്ട വലിയ നിമിഷങ്ങളുടെ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകം മുഴുവനിലും, വ്യക്തികളിലും, കുടുംബങ്ങളിലും, സമൂഹങ്ങളിലും, സമുദായങ്ങളിലും എല്ലാം വലിയ വിപത്തുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവജനം ഒന്നിച്ച് ഉണർന്നെഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ട നിമിഷങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. നിനുവയിലെ ജനങ്ങളുടെ മുമ്പിൽ വലിയ വിപത്ത് വരുന്നു എന്ന് കണ്ടപ്പോൾ നിനുവയിലെ ജനങ്ങൾ ആപാലവൃത്തം മുടൽ തൊട്ട് കൊട്ടാരം വരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു വലിയ വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിച്ചതുപോലെ ഈ കാലഘട്ടം നശിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കണമെങ്കിൽ ഒരു നിലവിളിയുടെ ശബ്ദം നമ്മളിൽ നിന്ന് ഉയരണം. വ്യക്തികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന്, കൂട്ടങ്ങളിൽ നിന്നെല്ലാം, കർത്താവേ, ഞങ്ങൾ തെറ്റിപ്പോയിരിക്കുന്നു, പാപത്തിലായിരിക്കുന്നു, അശുദ്ധിയിലായിരിക്കുന്നു, ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ല, നിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്നുള്ള നല്ല വിളിയുടെ സമയങ്ങളാക്കി നമുക്ക് മാറ്റുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ചോദിക്കാം. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ ആത്മാവ് ലോകം മുഴുവനുള്ള സകല മക്കളിൽ നിറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി 1:1 പറയുന്ന പോലെ ആദ്യം ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിൻ്റെ മേലിൽ ഉണ്ടായിരുന്നു. ഇരുളിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ലോകത്തിൻ്റെ മേൽ, ലോക ജനതകളുടെ മേൽ, കാലഘട്ടങ്ങളുടെ മേൽ, തിന്മയുടെ ആധിപത്യത്തിലായിരുന്ന വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, സമൂഹങ്ങളുടെ മേൽ അധിവസിച്ച് എല്ലാത്തിൽ നിന്നും പൂർണ്ണമായി വിടുതൽ ലഭിക്കുവാൻ തക്കവണ്ണം ലോകം മുഴുവനെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായി നമ്മളെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കുമ്പോൾ, തമ്പുരാനെ, ഞങ്ങൾക്ക് നിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് വചനത്തിലൂടെ പറഞ്ഞു തരികയും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17 കർത്താവ് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ കാണിക്കുകയും ചെയ്തതായ വലിയ മാതൃക പിന്തുടരുവാൻ ഞങ്ങൾക്കും ധർമ്മമുണ്ടല്ലോ, കടമമുണ്ടല്ലോ. 1 സമൂയേൽ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതികൂല ഘടകത്തിൻ്റെ സന്നിധിയിൽ ഹന്ന ദേവാലയത്തിൽ ചെന്ന് ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചു നാം കാണുന്നു. ഹാഗാർ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ നിലവിളിച്ച് കരയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അനേകം നിലവിളിയുടെ സ്വരങ്ങൾ നമുക്ക് വിശുദ്ധ ബൈബിളിലൂടെ കടന്നു പോകുവാനായിട്ട് സാധിക്കും. കർത്താവ് തന്നെ ഗത്സമനയിൽ രക്തം വേർത്ത് പ്രാർത്ഥിച്ചതായി നമ്മളെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെ ഇവരോട് ചേർന്നിരിക്കേണ്ട ഒരു കാലഘട്ടമാകയാൽ ദൈവമേ, ഞങ്ങളുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ കണ്ണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം ദൈവത്തിന്. ദൈവമേ, ഞങ്ങൾക്ക് ഇങ്ങനെ ചേരുവാനും പ്രാർത്ഥിക്കുവാനും തക്കവണ്ണം നീ തന്ന നിമിഷങ്ങൾക്കായി നന്ദി പറയുന്നു. പ്രത്യേകമായ കർത്താവേ, എബ്രഹാം എന്ന മകൻ കാണായി ജോലി ലഭിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ അവനെ തന്നെ സമർപ്പിച്ചു. കർത്താവേ, നീ അവൻ്റെ മേൽ ചുരുങ്ങ കരുണയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, ഒരു വീട് വയ്ക്കാൻ ആവശ്യമായ സ്ഥലമില്ലാത്തതിനാൽ നിന്റെ മുമ്പിൽ കഴിഞ്ഞ തോമസ് എന്ന മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവനോട് നീ കണ്ണു കാണിച്ച് കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, ദൈവമേ, ഇന്ന് തിരുജനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബത്തെ, ബാബു, ഷിബി ദമ്പതികളെയും അവരുടെ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെവിടെയായിരിക്കുന്നു, അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവമേ നിന്നോട് ചേർന്ന് നിന്റെ വചനത്തിലായിരുന്നുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്ത്യ കുടുംബ ജീവിതം നയിച്ച് സാക്ഷ്യമുള്ള ജീവിതം നയിച്ച് സാക്ഷ്യമാകുവാൻ അവരെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകം മുഴുവനെയും കൂടി സമർപ്പിക്കട്ടെ. കർത്താവെ, എല്ലാ രാഷ്ട്രങ്ങളെയും രാഷ്ട്രത്തലവന്മാരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന രാഷ്ട്രങ്ങളെ തലവന്മാർ, വ്യക്തികൾ, കർത്താവെ, ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരർ, IS കർത്താവ് എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിന് മേൽ കടന്ന് ആക്രമിച്ച്, മറ്റുള്ള രാജ്യത്തിന് മേൽ ആക്രമിച്ച് അവരുടെ സ്വൈര ജീവിതം നഷ്ടപ്പെടുത്തുന്ന, അവരുടെ ദൈവസന്നിധി വിലയുള്ള ജീവിതത്തിന് മേൽ കർത്താവെ തോക്കും വെടികൊണ്ടുകളുമായി നടക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അവരോട് അവിടുന്ന് സംസാരിക്കണമേ. ശൗലിനോട് സംസാരിച്ചല്ലോ കർത്താവെ, നീ മുള്ളിൻ്റെ മേൽ ഉരയ്ക്കുന്നത് നിനക്ക് നല്ലതല്ല എന്ന് കർത്താവെ ശൗലിനോട് സംസാരിച്ച ദൈവമേ, മനുഷ്യൻ്റെ ജീവിതത്തിന് മേൽ വെടിയുണ്ടുകളുമായി കത്തിയും കടാരയുമായി നിൽക്കുന്ന ഓരോ വ്യക്തികളോട് അവിടുന്ന് സംസാരിക്കണമേ. അവരെ തൊടണമേ, അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താലിബാനെയും അഫ്ഗാനിസ്ഥാനെയൊക്കെ ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇസ്രായേലിനെയും പാലസ്തീനെയെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രാഷ്ട്രങ്ങളെയും ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിക്കട്ടെ. ഭാരതത്തെ പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കർത്താവെ, ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേൾക്കുന്ന കേൾവികൾ എത്രയോ ഹൃദയം നുറുങ്ങുന്നതാണ്, തകരുന്നതാണ്. കർത്താവെ, പട്ടിയെ തൽക്കുന്ന ലാഭത്തോടെ തന്നെ പോലെ തന്നെ ജീവനും വിലയും രക്തവും കൈകാലുകളും കണ്ണും കാതുമുള്ളവനെ കർത്താവെ, യാതൊരു വിലയുമില്ലാതെ അധികാരമുള്ളവരും അധികാരം കയ്യിലെടുത്തുകൊണ്ടും അനേകരും കർത്താവെ തല്ലിക്കൊല്ലുന്ന വാർത്തകൾ, അവനെ കുഴിച്ചു മൂടുന്ന വാർത്തകൾ, കത്തിച്ചു കളയുന്ന വാർത്തകൾ ദൈവമേ ഞങ്ങൾ ഓരോ നിമിഷവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവെ, ഭാരതത്തെ, കേരളത്തെ പ്രത്യേകമായി എല്ലാ ഭരണാധികാരികളെ സമർപ്പിക്കുന്നു. കേരളത്തിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ഭരണാധികാരികളെ, ഓരോ രാഷ്ട്രീയ പാർട്ടികളെ വേഗം കൂട്ടിക്കണമേ. കർത്താവെ, ശലോമോന് ദൈവിക ജ്ഞാനം കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളിലും കർത്താവെ അധികാരം കൈകാര്യം, പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, നീ വേഗം കൊടുക്കണമേ, ജ്ഞാനം കൊടുക്കണമേ, സ്നേഹം കൊടുക്കണമേ, മറ്റുള്ളവരോട് കണ്ണ കാണിക്കുവാൻ അവരിലേക്ക് നിൻ്റെ സ്നേഹം ഒഴുക്കി കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയെ ഞങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവെ, പരിശുദ്ധ പാത്രികേസ് ബാവ, ശ്രേഷ്ഠ ബാവ, മെത്രാന്മാർ, വൈദികർ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ ആത്മീയ പ്രസ്ഥാനങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സെൻറ് തോമസ് ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദാനമായി തന്ന കുടുംബം
വേർപെട്ടു പോയ പ്രിയപ്പെട്ടവൻ്റെ ആത്മാവിന് വേണ്ടി കർത്താവെ അവരുടെ കുടുംബാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലെ ബഹുമാന വൈദികർ, സിസ്റ്റേഴ്സ്, മറ്റ് ശുശ്രൂഷകൾക്കായി കർത്താവെ കടന്നു വരുന്നവർ, മധ്യസ്ഥ പ്രാർത്ഥനകളിൽ മധ്യസ്ഥം വഹിക്കുന്നവർ, കർത്താവെ ഓൺലൈൻ ധ്യാനത്തിലൂടെ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നവർ, ഓരോ ദിവസവും നടന്ന ശുശ്രൂഷകളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട കർത്താവെ കരുണയായിരിക്കണമേ. എല്ലാം നിന്റെ തിരുതപ്രകാരമായിരിക്കാൻ, നിന്റെ വചനമനുസരിച്ചായിരിക്കാൻ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ കീഴിലായിരിക്കാൻ കർത്താവെ ശുശ്രൂഷകളെല്ലാം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊറോണ എന്ന മാരക രോഗത്തിന് അടിമമായി കഴിഞ്ഞ ലോകമുള്ള സകല മക്കളോടൊപ്പം ഞങ്ങളുടെ ദേശത്തും ഭവനത്തിലും സ്വന്തത്തിലും ബന്ധത്തിലും പരിചയത്തിലും എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ മഹാവ്യാധിയുടെ കാലത്ത് ദൈവജനം ഒന്നിച്ചിരുന്ന് അനുദപിച്ച് വിശുദ്ധിയോടെ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമേ. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ലോകമക്കൾ രക്ഷപ്പെടുവാൻ കർത്താവെ കൃപ ചെയ്യണമേ. ഇന്ന് അശുദ്ധി വളരെയധികം പടർന്നു പിടിക്കുന്ന, പകർച്ചവ്യാധികളെക്കാൾ മോശമായി പകർന്നു പിടിക്കുന്ന അശുദ്ധി പകർത്തുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കർത്താവെ, മാധ്യമങ്ങൾ, ഫേസ്ബുക്ക്, യൂട്യൂബ് മുതലായവയിലൂടെ കർത്താവെ മനുഷ്യ ജീവിതത്തിലെ അശുദ്ധിയിലേക്ക് തള്ളിവിടുന്ന എത്രയോ മോശകരമായ സംഭവങ്ങളാണ് ചിത്രീകരിച്ചു വിടുന്നത്. മനുഷ്യൻ രഹസ്യമായി ഭാവനമായി സൂക്ഷിക്കേണ്ടതെല്ലാം മറ്റുള്ള മുമ്പിൽ നാണും മാതിരി ലജ്ജയുമില്ലാതെ തുറന്നു കാട്ടി കർത്താവെ മറ്റുള്ളവരെ തിന്മയിലേക്കും അശുദ്ധിയിലേക്കും നയിച്ചു വിടുന്ന ഈ ഓരോ വ്യക്തികളെയും ആ മാധ്യമങ്ങളെല്ലാം തിരുരക്തം കൊണ്ട് മുദ്രയിട്ട് ഞങ്ങൾ കർത്താവെ നിന്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നുണ്ട്. വിശുദ്ധീകരിക്കണമേ. മനുഷ്യനോട് കർത്താവെ വിശുദ്ധിയിൽ ജീവിക്കുന്നതിനുള്ള പ്രേരണ എല്ലാവരിലും ലഭിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യാനികളെ കർത്താവെതിരായി പ്രവർത്തിക്കുന്ന, അവരെ കൊന്നുമുടിക്കുന്ന, അവരുടെ ദേവാലയങ്ങൾക്കെതിരെ കൈയാറ്റം ചെയ്യുന്ന കർത്താവെ, അവരുടെ വിശ്വാസ ആചാരങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന, അവർക്കെതിരെ കർത്താവെ ഭീഷണി മുഴക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവെ ശൗല്യം മാനസാന്തരപ്പെടുത്ത കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നീ അവരോട് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർ, കടഭാരത്താൽ വലയുന്നവർ, സ്വദേശത്തും വിദേശത്തും ജോലിയില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, ഭവനമില്ലാത്തവർ, ഭവന നിർമ്മാണം പൂർത്തീകരിക്കപ്പെടാത്തവർ, കാർഷിക മേഖലയിൽ ദുരിതം അനുഭവിക്കുന്നവർ, കർത്താവെ പൂട്ടിക്കിടക്കുന്ന ഞങ്ങളുടെ അനുദിന ജീവിതമാർഗങ്ങൾ, വ്യാപാര വ്യവസായ വാണിജ്യ മേഖലകൾ, തുറമുഖ മേഖലകൾ, പ്രത്യേകിച്ച് കർത്താവെ ജീവിതം തുറന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ലോക്ക്ഡൗൺ മൂലം കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വരുമാന മാർഗങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ പഠന മേഖലയെ സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കോളേജുകളും സ്കൂളുകളും എല്ലാം തുറന്ന് കുഞ്ഞുങ്ങൾക്ക് കർത്താവെ സമാധാനത്തോടെ ജീവിക്കുവാൻ വേണ്ട ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിധവകളെയും അനാഥരെയും എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണയായിരിക്കണമേ. കർത്താവെ, സെലിൻ ജോണി എന്ന മകൾ കോവിഡ് പോസിറ്റീവാണ്. ഓക്സിജൻ ലെവൽ കുറയുന്ന സാഹചര്യത്തിലാണ്. മകളോട് കരുണയായിരിക്കണമേ. അന്നമ തോമസ് കർത്താവെ രക്തം കെട്ടിയാകുന്നു. കർത്താവെ ഉറക്കം കുറയുന്നു. മകളോട് കരുണയായിരിക്കണമേ. 39 വയസ്സുള്ള സാബു എന്ന മകൻ വിവാഹ തടസ്സത്തിൽ കഴിയുന്നു. കർത്താവെ, ഈ പ്രായത്തിലുള്ള എത്രയോ മക്കളാണ് വിവാഹ തടസ്സത്തിൽ കഴിയുന്നത്. കർത്താവെ, വിവിനെയും സിറിലിനെയും കുഞ്ഞുമോനെയും കൊച്ചുമോനെയും ഒക്കെ ചേർത്ത് വയ്ക്കുന്നു. നാഥ കണ്ണു തോന്നണമേ. ബിന്ദു ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നു. കർത്താവെ, സാബുവിൻ്റെ പപ്പയുടെ മദ്യപാനം മാറാൻ മകൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. വിവാഹ തടസ്സം മാറാൻ എൽദോസ്, മരിയ, അനീന, മെറിൻ, നിഷ, എൽദോസ്, ജീവി മക്കളെയും ചേർത്ത് വെക്കുന്നു. മക്കളില്ലാത്ത ഷൈബു, ഡെയ്സി, ഡിനോയി, ബെൻസി, ജെറിൻ, ജസ്ന, ഫെനോസ്, ജെജി, കർത്താവെ, വിനി, രാജു, ബിജു, ശാന്തി, കർത്താവെ മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കട്ടെ. വീണ ഡിസ്കിന് പരിക്കേറ്റിരിക്കുന്ന തങ്കമ്മ എന്ന മകളെ സൗഖ്യത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന കരുണയായിരിക്കണമേ. അനുമത്തായിയോ ETS സ്പീക്കിങ്ങിന് 10 മാർക്കിൻ്റെ കുറവുണ്ട്. കർത്താവെ, റീവാലുവേഷൻ കൊടുത്തിരിക്കുന്നു. നീ നിഗളിഭാഷ്യം ചെയ്യണമേ. ബാബു ചാക്കോ സാറാമോളി കോവിഡ് പോസിറ്റീവാണ്. കർത്താവെ, തോമസ് സ്ഥലം വിൽക്കാനും വീട് പണിയുന്നതിനും, ബേബി കടവാരത്താൽ മാനസികരോഗത്താലും വലയുന്നു. അക്സ നേഴ്സിംഗ് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി, മേരി ജോർജ് വീണതുമൂലം ഒരു കൈയും കാലും ഓപ്പറേഷൻ കഴിഞ്ഞ് കർത്താവെ പൂർണ്ണ സൗഖ്യത്തിന് മകളെ സമർപ്പിക്കുന്നു. ബ്ലസ്സി LTS ഒരുങ്ങുന്നു. നന്നായി എക്സാം എഴുതുന്നതിന് കൂടെ ചെയ്യണമേ. ടിന്നു സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോബിൻ പങ്കാളികൾ വിരിഞ്ഞു നിൽക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സെബിയെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ, എൽദോസ് വിശേഷത്ത് പോകുന്നതിന് വേണ്ടി, യാക്കോബ് കടഭാരത്താൽ വലയുന്നു. കർത്താവെ, എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. എല്ലാ മക്കളും കരുണ കാണിക്കണമേ. ഞാൻ വചനമയച്ച് അവരെ സുഖപ്പെടുത്തുന്ന തിരുവചനം മക്കളുടെ മേലോട് നിറവേറ്റണമേ. കർത്താവെ, ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും ഒന്നും നോക്കാതെ നിന്റെ കൃപ ഞങ്ങളുടെ മേലും ഈ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കളുടെ മേലും ഞങ്ങൾ പ്രാർത്ഥിച്ച മക്കളുടെ മേലും ചൊരിയണമേ. ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരുമെങ്കിലും നിന്റെ കരുണയിൽ മാത്രം ആശ്രയിക്കുന്നു. ആ പീഡാസഹനത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് വേണ്ടി രക്തത്തിൻ്റെ യോഗ്യതയാൽ ആ രക്തത്തിലേക്ക് ഞങ്ങളെയും മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് സകല വിശുദ്ധരോടും ചേർന്ന് കർത്താവിൻ്റെ കരുണ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ മേലും ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളുടെ മേലും
ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതങ്ങളുടെ മേലും കുടുംബങ്ങളുടെ മേലും ഞങ്ങളുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളുടെയും പരിചയക്കാരുടെ മേലും കർത്താവെ അവിടുന്ന് ചൊരിഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും അങ്ങയോട് ചേർന്ന് അങ്ങയുടെ വചനത്തിൻ്റെ തണലിലായിരുന്നു ജീവിക്കാൻ ഞങ്ങളെ ലോകം മുഴുവനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും തൻ്റെ ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും കർത്താവേ അവിടുത്തെ പ്രാർത്ഥന അവിടുത്തെ കൃപമാന്തരമായി ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ മേൽ ഈ ദേശത്തിന്മേൽ ഈ സ്ഥാപനത്തിന്മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ.